ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ മുന്നാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് ചിക്കൻ നൂഡിൽസാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ വലിയ നൂഡിൽസ് ആണ്. പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുക. നൂഡിൽസ് വേവിക്കാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കുക. പിന്നെ എടുത്തു വെച്ച നൂഡിൽസ് അതിലോട്ട് വെക്കുക. ആറ് മിനിറ്റ് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ വെന്തത് കോരി എടുത്ത് മാറ്റി വെക്കുക. വെന്ത നൂഡിൽസ് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ആ നൂഡിൽസ് അതിലോട്ട് ഒഴിക്കേണ്ടത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ആ എണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും കുറച്ച് എടുത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കഷ്ണാക്കി ഇടുക. ഞാൻ അരിപ്പയിൽ നിന്നൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇടുക. പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എല്ലാം ഇടുക. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ആണ് ഇടുന്നുള്ളത്. നിങ്ങൾക്ക് ക്യാബേജ്, സ്പ്രിംഗ് ഒനിയൻ ഒക്കെ ചേർക്കാം. പിന്നെ നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ പിച്ചിട്ട് അതിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കൻ നല്ലോണം പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് ആ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഇടുക. മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഉപ്പ് 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്. അതിലോട്ട് നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി, ഉപ്പ്, ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണേ. എല്ലാവരും ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് അയിമക്കൊന്ന് ചേർന്നിട്ടുണ്ട്. നല്ല സൂപ്പറാണെന്ന് നോക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്.
സർവിങ് പ്ലേറ്റിലോട്ട് ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് വെക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.